പ്രേക്ഷകരെ ഇപ്പോൾ NDAക്കെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുന്ന SFI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ കണ്ട പ്രക്ഷോഭങ്ങളുടെ തനിയാവർത്തനങ്ങൾ, അതിനോടുള്ള പോലീസ് ബലപ്രയോഗത്തിനടക്കം തനിയാവർത്തനങ്ങൾ കാണാൻ കഴിയുന്നു എന്നതാണ്. വനിതാ പോലീസിനെയാണ് അവിടെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടത്താണ് ഈ പറയുന്ന ബലപ്രയോഗം ഉണ്ടാകുന്നത്. നമുക്ക് കാണാൻ കഴിയും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ നീറ്റിലും നെറ്റിലും ഒക്കെ വീഴ്ച വരുത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. അവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ മണിക്കൂറുകളായി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ഈ പോലീസ് നടപടിക്ക് വഴിവെച്ചത് എന്താണ്? പോലീസ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു വണ്ടി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്ന ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആകെ ഉന്നയിച്ചത് അകത്തുനിന്നൊരു ആരെങ്കിലും പുറത്ത് വരണം, അല്ലെങ്കിൽ നമ്മളെ അകത്ത് കയറ്റണം, നമ്മുടെ ആവശ്യങ്ങൾ അകത്ത് പറയാനുള്ള സാവകാശം തരണം എന്ന് മാത്രം ആവശ്യപ്പെട്ടതിനാണ് ബലം പ്രയോഗിച്ച് ഡൽഹി പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് വലിയൊരു പ്രതിഷേധത്തിന് തുടക്കമാണ്. SFI ഇത് വിളിച്ചിരിക്കുന്നത് NTA എന്ന സ്ഥാപനം നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി റദ്ദ് ചെയ്യുക എന്ന ആവശ്യത്തോടു കൂടിയാണ്. ഇതോടുകൂടി നമ്മുടെ പ്രക്ഷോഭം ഇന്ന് രാജ്യമെമ്പാടും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. NTA നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയുടെ അവസാനത്തിന്റെ തുടക്കമാണിത്. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇതിപ്പോൾ ദില്ലിയിലെ ഒക്കിലയിലെ NTA ആസ്ഥാനത്തിന് മുന്നിലാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നതും. അതും നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയുന്നത് പ്രതിഷേധക്കാർ നേരത്തെ മാറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പോലീസുമായി ഇപ്പോഴും വാക്കേറ്റം തുടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് തുടർന്നു. NTAയുടെ നേരത്തെ റദ്ദാക്കുകയും പിന്നീട് പുനഃപരീക്ഷ നടത്തേണ്ടി വന്നു. ഇപ്പോഴത്തെ നെറ്റിന്റെ 3 പരീക്ഷകളിൽ പ്രശ്നം അത് റദ്ദാക്കുകയും പുനഃപരീക്ഷ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന് പിന്നെ दिल्ली पुलिस शर्म करो, शर्म नहीं तो डूब मरो, की दलाली बंद करो, पेपर लीक नहीं चलेगा. അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രമത്തിനിടയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയണം. അതിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അതിൽ ഷട്ട് ഡൗൺ NTA എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഞങ്ങൾക്ക് മുഴുവൻ റീഫണ്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരിക്കുന്നത്. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്.
ഉറപ്പായും കുത്തിയിരുന്നുള്ള പ്രതിഷേധം തുടരുന്നതാണ് നമ്മളിവിടെ കാണുന്ന കാഴ്ച. NTA ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഞങ്ങളുടെ ഭാവിയെ പറ്റി പറയുമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാൻ ഇത്തവണ ഇംഗ്ലീഷിന് നെറ്റ് കൊടുത്തൊരു വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ 2.5 മാസം മുമ്പ് നാട്ടിലാണ് കൊടുത്തത്. ഞാൻ ഇന്ന് ഡൽഹിയിലാണുള്ളത്. വളരെ അടുത്തിടെയാണ് PhD അഡ്മിഷനുകൾക്കായിട്ട് നെറ്റ് നിർബന്ധമാക്കി മാറ്റുന്നത്. നീറ്റുമൊക്കെ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. അത് ഏതെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശ്നമല്ല, ഇത് കേവലം ഉണ്ടായ ഒരു ഇൻസിഡന്റിന്റെ പ്രശ്നമല്ല, ഇത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നും തുടർച്ചയായിട്ട് ഉണ്ടായിട്ട് വരുന്നിട്ടുള്ള പേപ്പർ ലീക്കുകളെല്ലാം ഇതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ധർമ്മപ്രതിനിധി രാജിവെച്ച ശേഷം തീരാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. അല്ലെങ്കിൽ നീറ്റിന്റെ പേപ്പർ ലീക്ക് ആക്കിയവരെ പിടിച്ചതുകൊണ്ട് മാറുന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പ്രൈവറ്റ് ഏജൻസികളുടെ ഞങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. कोशिश हो रही है दिल्ली पुलिस द्वारा. അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചിരുന്ന വിദ്യാർത്ഥികളെ വീണ്ടും വലിച്ചെഴുന്നേൽപ്പിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. വിദ്യാർത്ഥികൾ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. വീണ്ടും വലിച്ചെഴുന്നേൽപ്പിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തുന്നത്. ये लोग क्या करेंगे? आप लोगों को क्यों डिटेस्ट किया? मैम ये लोग क्या कर रहे हैं आपके साथ? ये लोग बदतमीजी कर रहे हैं क्या? कोई ये लोग कुछ कर रहे हैं क्या? क्या हुआ अभी आपके साथ? मैम इस तरह से क्यों खींचा जा रहा है इन लोगों को? आप लोगों को क्यों खींचा जा रहा है इस तरह से? क्या आप लोग पेपर लीक के बारे में पीछे से ले लो क्या हमारे साथियों को डिटेन हमें ब्रूटली लेकर जा रहे हैं, बदतमीजी कर रहे हैं, किसी से बात नहीं करने दे रहे हैं, साथ में कह रहे हैं ये ड्यूटी है इनकी. ये ड्यूटी है इनकी. ഇതാ വീണ്ടും പ്രവർത്തകർ തിരികെ പോവുകയാണ്. തിരികെ പ്രതിഷേധ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. പക്ഷെ പോലീസ് അവരെ അനുവദിക്കുന്നില്ല. പോലീസ് വീണ്ടും പിടിക്കുന്നു. പോലീസ് വീണ്ടും പിടിച്ച് അവരെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് വീണ്ടും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബലമായി വാനിലേക്ക് മാറ്റാൻ, പോലീസ് വാനിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബലമായി ഇവിടെ നിന്നും മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. മധു, NTA ആസ്ഥാനത്തിന് മുന്നിൽ, ദില്ലിയിലെ ഒഖിലയിലുള്ള NTA ആസ്ഥാനത്തിന് മുന്നിലാണ് ഈ വിധത്തിൽ സമരം നടത്തുന്നത്. റോഡിൽ ഇരുന്നുള്ള സമരം പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് SFIയുടെ പ്രതിഷേധക്കാരാണ്. आप लोग यहाँ पर आप क्या मांगे लेकर आए थे? 4 बार 6 घंटे ट्रैवल करके नेट दे रहे, सवाल आ रहे वंदे मातरम गाने को सीक्वेंशियली सजाओ. ऐसे कोई बनेगा PhD स्कॉलर? ये कैसी बात है? आंसर की का कोई पता नहीं. चैलेंज करने का आंसर क्या है? उसका 10 मिस्टेक्स है उसमें. चैलेंज करें, पैसे भरेंगे, सिर्फ 2 दिन दिसंबर में नेट है, क्या ही होगा बस.